ചങ്ങായിമാരെ, അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കാൻ കൊതിച്ചൊരു വാർത്ത ഇപ്പോൾ ഉണ്ടായി. ഞാൻ ഈ ടൈമിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അന്ന് കണ്ടത്. അപ്പോൾ 2-3 ദിവസം മുന്നേയും കണ്ടിനേനും ജാമ്യം ഇല്ല എന്നുള്ള ഒരു ന്യൂസ് കണ്ടിന്. പക്ഷേ അപ്പം തന്നെ ആ ന്യൂസ് റിമൂവ് ചെയ്തിന്. അപ്പോൾ നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് പേര് കമൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിന്, ഇത് നമ്മുടെ വിജയം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ വിജയം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ചവിട്ടി മെതച്ചിട്ട് ഒരുപാട് കാലം ഇവർ എന്നാ പറയേണ്ട ഒരുപാട് നിരപരാധികളായ ആൾക്കാരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ജയിലിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം റീൽസും പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് ഇട്ടിട്ട് എന്നാ പറയണ്ടേ ഉണ്ടാക്കാൻ പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇതിന് മുന്നത്തെ അവളോട് പറയാനുണ്ടായിന്. അവളെന്നാണ് കഴിഞ്ഞ ആഴ്ചയോ മറ്റോ ഏതോ ഒരു പോസ്റ്റ് ഇട്ടിനെന്ന് പറഞ്ഞു. കാരണം എന്നാ പറയണ്ടേ, ഞാൻ ഇനിയും ബസ്സിലെ അതിക്രമങ്ങൾ കണ്ടാൽ വീഡിയോ ഇടുന്നു. അവൾ വീഡിയോ ഇട്ടോ, പക്ഷേ ഇതേപോലത്തെ ആയിരിക്കും അവസ്ഥ. നിരപരാധികളാണെങ്കിൽ, ആ ചെയ്തത് നിരപരാധികളാണെങ്കിൽ എന്തായാലും ഇവളെക്കാട്ടും വലിയ ശിക്ഷയായിരിക്കും അവൾക്ക് കിട്ടുക. അപ്പോൾ കേരള പോലീസിനോട് വളരെയധികം നന്ദി പറയാനുണ്ട്. കാരണം അവർ തന്നെയാണ് മുന്നേ എന്നോട് പറഞ്ഞത്. കാരണം വെച്ചാൽ ഇവരുണ്ടാക്കുന്ന ഒരുപാട് കേസുകളിൽ എന്നാ പറയണ്ടേ, ഇവർക്ക് കൂടുതലായിട്ട് വരുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ ഒരു പവറിൽ ഇവരെന്ത് ചെയ്താലും പിടിക്കപ്പെടില്ല എന്നുള്ളത്. അപ്പോൾ പിടിക്കപ്പെടുന്നില്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഒരുപാട് കള്ളപ്പരാതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേരെ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞത്, ചിലരുടെ കാര്യമാണ് പറഞ്ഞത്. ചില ഗേൾസിനെ അറിയാലോ നിങ്ങൾക്ക്, ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ആക്കിയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഈ പുരുഷ വിരോധികൾ. അവർക്കാണ് നമ്മളെ കണ്ടുകൂടാതെ. എന്ന് വെച്ചാൽ നമ്മളെ ബസ്സിൽ നമ്മളടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാകും. അത് എന്ന് വെച്ചാൽ നമ്മളെ കഷ്ടകാലത്തിന് അവരടുത്ത് നിന്നാൽ നമ്മൾ പെടുകയും ചെയ്യും. എങ്ങനെ നമ്മൾ കേസിൽ പെടുകയും ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ജാമ്യം ഇല്ലാത്ത വകുപ്പിലേക്കാണ് നമ്മൾ പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പല കേസുകളിലും കുടുക്കിയിട്ട്, പോക്സോ അതേപോലെ മറ്റുള്ള പീഡന പരാതികളിലൊക്കെ ഒരുപാട് പേര് പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, ജയിലിലുള്ളവരാരും മുഴുവനായിട്ടുള്ളവരൊന്നും കുറ്റകൃത്യം ചെയ്തവരല്ല, പെട്ടവരാണ്, പെടുത്തിയവരാണ്, അവരെ പെടുത്തിയതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ റീൽസ് വെച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നാ പറയണ്ടേ, ട്രാൻസ്ജെൻഡേഴ്സും മറ്റുള്ളവരും ഒക്കെ ഇതിന് എന്നാ പറയണ്ടേ, ഈ ഒരു പ്രതിക്ക് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. 2-3 കൊലപാതകം നിരക്കന ആണുങ്ങൾ ചെയ്ത കൊലപാതകത്തിൻ്റെ വാർത്തയൊക്കെ ഇട്ടിട്ട് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇത്തരക്കാരാണെന്നുള്ളത്. അപ്പോൾ എന്നാണ് പറയേണ്ടത്, അവർക്ക് സപ്പോർട്ടായിട്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സ് വരെ സംസാരിച്ച്. മനസ്സിലായ? ട്രാൻസ്ജെൻഡേഴ്സ് വരെ അവരുടെ ഭാഗത്താണ്, ആ പ്രതിയുടെ ഭാഗത്താണ് സംസാരിച്ചത്, നമ്മുടെ ഭാഗത്തല്ല. അപ്പോൾ എല്ലാവരും ഒരുപോലെയാണെന്നുള്ള രീതിക്കാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ എന്തായി? പ്രതിക്ക് രക്ഷയില്ല, എന്നാ പറയണ്ടേ, പ്രതിക്ക് ജാമ്യമില്ല. രക്ഷപ്പെടുന്നു വിചാരിച്ചത് നിങ്ങളൊക്കെ ആരായി ഇപ്പോൾ? അതാണ് പറഞ്ഞത്, ആണുങ്ങളുടെ ഭാഗത്തും വിജയമുണ്ട്. ഇതാണ് വിജയം.